മാതാവിൻ്റെ മരണശേഷം രണ്ടാനമ്മയുടെ വരവോടെ ദുരിതപൂർണമായ ജീവിതം സഹിക്കവയ്യാതെ നാടുവിടേണ്ടി വന്ന ഒരു 7 വയസ്സുകാരൻ 14-ാമത്തെ വയസ്സിൽ ഒരു മദ്യശാല ഏറ്റെടുത്ത് 20-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഡിസ്റ്റിലറി തുടങ്ങി മികച്ച വിസ്കിക്കുള്ള സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ജാക്ക് ഡാനിയൽസിന്റെ ത്യാഗോജ്വലമായ ജീവിത വിജയകഥ. അമേരിക്കയിലെ ടെന്നസിയിലുള്ള ഒരേ ഒരു ഡിസ്റ്റിലറിയിൽ നിർമ്മിച്ച് ലോകത്തിലെ മികച്ച ധാന്യങ്ങൾ ഉപയോഗിച്ച് ധാതുസമ്പുഷ്ടമായ നീരുറവയിൽ വാറ്റിയെടുത്ത് വിസ്കി ആരാധകരുടെ ഇഷ്ടമദ്യമായി മാറി ദൈവത്തിന്റെ അമൃത് എന്ന് അറിയപ്പെടുന്ന, ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ടെന്നസി വിസ്കി ഇന്ന് സന്ദർശകർക്കായി തുറന്നുകൊടുത്ത് ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്ന ജാക്ക് ഡാനിയൽസ് വിസ്കിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക. ആദ്യമേ പറയട്ടെ, അമിതമായ മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോകത്ത് 9 തരത്തിലുള്ള വിസ്കികളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സ്കോച്ച് വിസ്കി, ബ്ലെൻഡഡ് വിസ്കി, മാൾട്ട് വിസ്കി എന്നിവയാണ്. ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ടെന്നസി വിസ്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യുവാക്കളുടെ ഇടയിൽ JD എന്നും ഓൾഡ് 7 എന്നും അറിയപ്പെടുന്ന ടെന്നസി വിസ്കിയായ ജാക്ക് ഡാനിയലിനെ കുറിച്ചാണ്. അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിലുള്ള ലഞ്ച്ബർഗിൽ നിർമ്മിച്ച് യുവാക്കളുടെ ഇടയിൽ JD എന്നും ഓൾഡ് 7 എന്നും അറിയപ്പെടുന്ന ജാക്ക് ഡാനിയലിനെ കുറിച്ചാണ്. മറ്റു വിസ്കികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ടെന്നസി വിസ്കിയായ ജാക്ക് ഡാനിയലിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ജാസ്പർ ന്യൂട്ടൺ ജാക്ക് ഡാനിയൽ, അച്ഛൻ കാലവേ ഡാനിയലിനും അമ്മ ലുസിക്ക കുക്കിന്റെയും 10 മക്കളിൽ ഇളയവൻ. ജാക്ക് ഡാനിയലിന്റെ ജനനം 1846 ആണെന്നും 1850 ആണെന്നും 2 തരത്തിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവചരിത്രമായ ബ്ലഡ് ആൻഡ് വിസ്കി, ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ജാക്ക് ഡാനിയൽ എന്ന പുസ്തകത്തിൽ അതിൻ്റെ രചയിതാവായ പീറ്റർ ക്രസ്സിന്റെ അഭിപ്രായത്തിൽ അമ്മയുടെ മരണം രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് 1846 ആവാം ജാക്ക് ഡാനിയലിന്റെ ജനനം എന്ന് നമുക്ക് കണക്കാക്കാം. അമ്മ ലുസിക്ക കുക്കിന്റെ മരണത്തിന് ശേഷം കാലവേ ഡാനിയൽ വീണ്ടും വിവാഹം കഴിക്കുകയും അതിൽ 3 മക്കൾ വേറെയുമുണ്ട്. അമ്മയുടെ മരണവും രണ്ടാനമ്മയുടെ വരവും കൊച്ചുകുട്ടിയായ ജാക്ക് ഡാനിയലിനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. അങ്ങനെ തൻ്റെ 7-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ജാക്ക് ഡാനിയൽ പല വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് ക്രിസ്തുമത പ്രചാരകനും ഒരു ചെറുകിട മദ്യ വ്യവസായിയുമായ ഡാനി കോളിനെ പരിചയപ്പെടുന്നത്. കൊച്ചുകുട്ടിയായ ജാക്കിന്റെ ജോലിയിലുള്ള ആത്മാർത്ഥത ഡാനി കോളിനെ ഏറെ ആകർഷിച്ചു. അങ്ങനെ അവനെ
തൻ്റെ ഡിസ്റ്റിലറിയിലെ പണിക്കായി കൂട്ടിക്കൊണ്ടുവരികയും ഒരു മതപ്രചാരകനായ ഡാനി കോളിൽ നിന്നാണ് വിസ്കി നിർമ്മാണത്തിന്റെ ആദ്യാക്ഷരങ്ങൾ ജാക്ക് ഡാനിയൽ പഠിക്കുന്നത്. ഡിസ്റ്റിലറിയുടെ മേൽനോട്ടക്കാരനും വിസ്കി നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് നല്ല പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ് കറുത്ത വർഗക്കാരനായ നാഥൻ നീറസ്റ്റ് ഗ്രീൻ. ഡാനി കോളിന്റെ നിർദ്ദേശപ്രകാരം ഗ്രീനിന്റെ പ്രധാന സഹായിയായിട്ടാണ് ജാക്കിന്റെ തുടക്കം. അതുകൊണ്ടുതന്നെയും വിസ്കി നിർമ്മാണത്തിൽ തന്റെ ഗുരുവായിട്ട് ഗ്രീനിനെയാണ് ജാക്ക് ഡാനിയൽ കണക്കാക്കുന്നത്. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ വിസ്കി നിർമ്മാണത്തിന്റെ എല്ലാ മേഖലകളെക്കുറിച്ചും ജാക്ക് പഠിക്കുകയും തൻ്റെതായ രീതിയിൽ ചില പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ടെന്നസിയിലും പരിസര പ്രദേശങ്ങളിലും പ്രാദേശിക കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. കലാപം അടിച്ചമർത്താനെത്തിയ സൈനികർക്കും കലാപത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കും മദ്യവിൽപ്പന നടത്തി പണം സമ്പാദിക്കുന്ന തിരക്കിലായിരുന്നു ജാക്ക് ഡാനിയൽ. ഒരു മതപ്രചാരകനായ തനിക്ക് ചേർന്ന ഒരു തൊഴിലല്ല മദ്യവ്യവസായം എന്ന് മനസ്സിലാക്കിയ ഡാനി കോൾ വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ജാക്ക് ഡാനിയലിന് 1860 കമ്പനി കൈമാറുന്നു. ഇതോടെ കമ്പനിയുടെ പ്രവർത്തനം മികച്ചതാകുകയും തന്റെ മേൽനോട്ടത്തിൽ കമ്പനിയെ വളർത്തിയെടുക്കുന്നതിനായി പരിശ്രമം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ 1866 സ്വന്തമായി ഒരു ഡിസ്റ്റിലറി രജിസ്റ്റർ ചെയ്യുകയും ഇത് യുണൈറ്റഡ് സ്റ്റേറ്റിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത മദ്യനിർമ്മാണശാലയായിട്ടാണ് അറിയപ്പെടുന്നത്. അന്ന് അദ്ദേഹത്തിന് ലഭിച്ച രജിസ്റ്റർ നമ്പറാണ് 7. അമേരിക്കയിലെ ടെന്നസിയിലുള്ള ലഞ്ച്ബർഗിൽ നിർമ്മിക്കുന്ന വിസ്കികളെ ടെന്നസി വിസ്കി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കമ്പനി വളരുന്ന കാലഘട്ടത്തിൽ തന്നെ കേസിൽ കുടുങ്ങിയ തന്റെ പിതാവിന്റെ ഭൂസ്വത്തുക്കൾ ലഭിക്കുകയും അത് വിറ്റ പണം കൊണ്ട് 1875 ഡിസ്റ്റിലറി സ്വന്തമാക്കുന്നു. തന്റെ കഠിനാധ്വാനത്തിലൂടെ 1884 ആകുമ്പോഴേക്കും ഡിസ്റ്റിലറിയും ഡിസ്റ്റിലറിയുടെ പരിസരങ്ങളിലുള്ള ഭൂമിയും ജാക്ക് ഡാനിയലിന് സ്വന്തമായി. ഇതോടെ ലഞ്ച്ബർഗിലുള്ള മൂർ കൗണ്ടിൽ പ്രവർത്തിക്കുന്ന 15 ഡിസ്റ്റിലറികളിൽ ഏറ്റവും വലുത് ജാക്ക് ഡാനിയലിൻ്റെതായി മാറി. ഈ ഒരു അവസരത്തിൽ തന്നെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഡിസ്ട്രിക്ട് തരംതിരിക്കലിന്റെ ഭാഗമായി തന്റെ രജിസ്റ്റർ നമ്പറായ 7 നമ്പർ നഷ്ടപ്പെടുകയും മറ്റൊരു നമ്പർ ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ കമ്പനിയുടെ പഴക്കം മറ്റുള്ളവരെ അറിയിക്കുന്നതിനായി ബോട്ടിലിന് മുകളിൽ ഓൾഡ് 7 എന്ന് രേഖപ്പെടുത്താനും തുടങ്ങി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ടെന്നസി വിസ്കികളിൽ ഒന്നാണ് ജാക്ക് ഡാനിയൽ. ഇതിന് പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ധാന്യങ്ങൾ ഉപയോഗിച്ചാണ് ജാക്ക് ഡാനിയൽ വിസ്കി നിർമ്മിക്കുന്നത്. കോൺ, റേ, മാൾട്ടഡ് ബാർലി എന്നിവ പുളിപ്പിച്ചാണ് ജാക്ക് ഡാനിയൽ വിസ്കികൾ നിർമ്മിക്കുന്നത്. ഇതുകൂടാതെ വിസ്കിയെ മയപ്പെടുത്തുന്നതിനും കാഠിന്യം കുറയ്ക്കുന്നതിനുമായി ചാർക്കോൾ ഫിൽട്രേഷൻ നടത്തുന്നു. ഇതിനെ മിലോയിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഫിൽട്രേഷൻ ആവശ്യമായ ചാർക്കോൾ നിർമ്മിക്കുന്നതിന് അമേരിക്കയിലെ ഏറ്റവും മികച്ച മരങ്ങളിൽ ഒന്നായ മധുരമുള്ള ഒരുതരം മാപ്പിൾ തടികളാണ് ഉപയോഗിക്കുന്നത്. ഇത് ചില പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക സമയത്ത് മാത്രമേ നിർമ്മിക്കുകയുള്ളൂ. നിർമ്മിക്കുന്നതാവട്ടെ വിദഗ്ധരായ തൊഴിലാളികളും.
ഒരു ചാർക്കോൾ ഫിൽട്രേഷൻ ഏകദേശം 48 മണിക്കൂർ സമയമെടുത്താണ് ചെയ്യുന്നത്. അതിനുശേഷം കാലപ്പഴക്കത്തിനായി ഉൾവശം കരിച്ച ഓക്കു ബാരലിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഒരു തവണ ഉപയോഗിച്ച ഓക്കു ബാരൽ പിന്നീട് ഉപയോഗിക്കാറില്ല. ഇത് മറ്റ് വിസ്കി കമ്പനികൾക്കോ ബിയർ കമ്പനികൾക്കോ വിൽക്കുകയാണ് പതിവ്. ജാക്ക് ഡാനിയൽ വിസ്കിക്ക് പ്രത്യേക ടേസ്റ്റ് വരാനുള്ള പ്രധാന കാരണം അതിനുപയോഗിക്കുന്ന വെള്ളമാണ്. ഇത് കമ്പനിക്കരികിലുള്ള ഒരു പാറക്കെട്ടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവകളാണ്. ഈ ജലത്തിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇരുമ്പിന്റെ അംശം തീരെയില്ലാത്ത ഈ ജലം വിസ്കി നിർമ്മാണത്തിന് ഏറ്റവും ഉത്തമം എന്നാണ് കമ്പനിയുടെ വാദം. ഈ നീരുറവയിൽ നിന്ന് കമ്പനിക്ക് ആവശ്യമായ വെള്ളം എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് ഈസ്റ്റ് ഫോർക്ക് മൽബറി ക്രീക്കിലൂടെ ഒഴുകി എൽക്ക് നദിയിൽ എത്തിച്ചേരുന്നു. കമ്പനി ഇന്നൊരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് സന്ദർശകർക്ക് ഇത് എല്ലാം തന്നെ കാണാവുന്നതാണ്. കർക്കശക്കാരനും മുൻകോപിയുമായ ജാക്ക് ഡാനിയൽ വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മരണം 1911 രക്തത്തിൽ അണുബാധ വന്നാണ് സംഭവിച്ചത്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഒരു ദിവസം കാലത്ത് തന്റെ ഓഫീസിലുള്ള ലോക്കർ തുറക്കാൻ ശ്രമിക്കുകയും അത് കഴിയാതെ വന്നപ്പോൾ ദേഷ്യത്തിൽ അതിനെ ചവിട്ടുകയും വിരലിന് മുറിവ് വരികയും ഇതിലൂടെ അണുബാധ വന്നാണ് മരിച്ചത് എന്നും പറയപ്പെടുന്നു. ജാക്ക് ഡാനിയലിന്റെ മരണശേഷം കമ്പനിയുടെ ചുമതല അദ്ദേഹത്തിന്റെ അനന്തരവനായ ലം മോട്ടിലോവിന് കൈമാറി. ലമ്മിന്റെ മരണശേഷം കമ്പനി കുടുംബം കുറെ കാലം നടത്തിയെങ്കിലും അതിനുശേഷം 1956 ബ്രൗൺ ഫോർമൽ കോർപ്പറേഷന് വിൽക്കുകയും കമ്പനി ഇന്നും നടത്തുന്നത് ഇവരുടെ കീഴിൽ തന്നെയാണ്. നിർമ്മാണത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു വിസ്കിയാണ് ജാക്ക് ഡാനിയൽ. കാലപ്പഴക്കത്തിനായി സൂക്ഷിക്കുന്ന ഓക്കു ബാരലുകൾ ഓരോ തവണ മാറ്റുമ്പോഴും പഴയ ഓക്കു ബാരലിൽ ഉണ്ടായിരുന്ന വിസ്കിയുടെ കുറച്ചു ഭാഗം പുതിയ ഓക്കു ബാരലിൽ ഒഴിച്ചതിന് ശേഷമാണ് കാലപ്പഴക്കത്തിനായി വിസ്കികൾ നിറച്ചു സൂക്ഷിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് വിസ്കിക്ക് ഒരേ ടേസ്റ്റും നല്ല വീര്യവും ലഭിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ലോകത്ത് ജാക്ക് ഡാനിയലിന് ഒട്ടനവധി ആരാധകരുണ്ടെങ്കിലും അമേരിക്കയിലെ പ്രശസ്ത ഗായകനും നടനുമായ സിനാത്രെ ദൈവങ്ങളുടെ അമൃത് എന്നാണ് ജാക്ക് ഡാനിയലിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിന്റെ മരണശേഷം 1913 ജാക്ക് ഡാനിയൽ സിനാത്രെ സെലക്ട് എന്നൊരു വേരിയന്റ് കൂടി ഇറക്കുകയുണ്ടായി. ജാക്ക് ഡാനിയൽ ഡിസ്റ്റിലറി ഇന്നൊരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആയിരക്കണക്കിന് സന്ദർശകരാണ് ഓരോ ദിവസവും ഡിസ്റ്റിലറി സന്ദർശിക്കുന്നത്. ഈ മ്യൂസിയത്തെ സ്റ്റീൽ ഹൗസ് ഹോളോ എന്നും ജാക്ക് ഡാനിയൽ ഹോളോ എന്നുമാണ് അറിയപ്പെടുന്നത്. ജാക്ക് ഡാനിയലിൻ്റെതായി ഒട്ടനവധി വേരിയന്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുമെങ്കിലും ഏറ്റവും പ്രശസ്തമായവ ഇവയാണ്. 1913 സിനാത്രെ സെലക്ട്, 97 സിംഗിൾ ബാരൽ, 98 ജെന്റിൽമാൻ, 2011 ടെന്നസി ഹണി, 2019 ടെന്നസി ആപ്പിൾ എന്നിവ
ജാക്ക് ഡാനിയലിന്റെ ഏറ്റവും പ്രശസ്തമായ വേരിയന്റുകളാണ്. ജാക്ക് ഡാനിയലിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി 2004 പുറത്തിറങ്ങിയ ദ ബ്ലഡ് ആൻഡ് വിസ്കി ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ജാക്ക് ഡാനിയൽ എന്ന പുസ്തകം വായിച്ചാൽ മതി. ഇതിന്റെ രചയിതാവ് പീറ്റർ ക്രസ് ആണ്. 7-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി 14-ാമത്തെ വയസ്സിൽ ഡിസ്റ്റിലറി ഏറ്റെടുത്ത് 20-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഡിസ്റ്റിലറി വാങ്ങിയ ജാക്ക് ഡാനിയലിന്റെ ജീവിതം നിങ്ങൾക്കോരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് കരുതട്ടെ. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.